നമസ്കാരം പ്രിയ കൂട്ടുകാരെ. എൻ്റെ ആംഗ്യപ്പാട്ടിൻ്റെ പേരാണ് നെയ്യപ്പക്കൊതി. നെയ്യപ്പക്കൊതി മൂത്ത അപ്പൂപ്പനും അമ്മൂമ്മക്കും ഒടുവിൽ എന്താ സംഭവിച്ചു? നമുക്കൊന്ന് നോക്കിയാലോ. കൊച്ചുപുരക്കലെ അപ്പൂപ്പൻ, പിച്ചക്കാരനൊരപ്പൂപ്പൻ. പിച്ചക്കൊരു നാൾ പോയപ്പോൾ പച്ചരി കിട്ടി ഇരുന്നാഴി. പച്ചരിയും കൊണ്ടപ്പൂപ്പൻ കൊച്ചുപുരക്കലെ ചെന്നപ്പോൾ അമ്മൂമ്മക്കൊരു കൊതി തോന്നി, അപ്പം തിന്നാൻ കൊതി തോന്നി. പച്ചരി വേഗം കുത്തിയിട്ട് ശർക്കര ചേർത്തു കലക്കിയിട്ട് ചുടുപറക്കും മൂന്നപ്പം ചുട്ടു നിരത്തി അമ്മൂമ്മ. ഹയ്യടാ ഹയ്യാ നെയ്യപ്പം, വട്ടം വട്ടം നെയ്യപ്പം, മധുരിടും നെയ്യപ്പം, മധുരച്ചക്കര നെയ്യപ്പം. വായിൽ വെള്ളം നിറഞ്ഞപ്പോൾ ഉള്ളിലൊരാശ പിറത്തപ്പോൾ കൊതിയന്നമ്മുടെ അപ്പൂപ്പൻ കയ്യിലെടുത്തു രണ്ടപ്പം. ഇത് കണ്ടപ്പോൾ അമ്മൂമ്മക്ക് ഹർഷം വന്നു പെട്ടെന്ന്. ആര് പറഞ്ഞു മൂപ്പിന് കയ്യിലെടുക്കാം രണ്ടപ്പം? തീ പുകേറ്റത് ഞാനല്ലേ, അപ്പം ചുട്ടത് ഞാനല്ലേ, എനിക്ക് വേണം രണ്ടപ്പം. വാശി പിടിച്ചു അമ്മൂമ്മ. ഇരുവരും അങ്ങനെ വാശിയില്ല. വാശി മുറത്തിട്ടടിപിടി. അമ്മൂമ്മക്കൊരു കടി കിട്ടി, അപ്പൂപ്പൻക്കൊരു തൊഴി കിട്ടി. ഡിഷും ഡിഷും കൊണ്ടപ്പോൾ അടിപിടി ഇടിപിടി മൂത്തപ്പോൾ നല്ലൊരു വഴി കണ്ടെത്തി വില്ലൻ നമ്മുടെ അപ്പൂപ്പൻ. ഒത്തിരി നേരം രണ്ടാൾക്കും കുത്തിയിരിക്കാൻ മിണ്ടാതെ. ആദ്യം മിണ്ടിയാൾക്കൊറ്റപ്പം, മറ്റേയാൾക്കോ രണ്ടപ്പം. അമ്മൂമ്മക്കത് സമ്മതമായി. അങ്ങനെ തർക്കം രമ്യതമായി. അപ്പം കൊട്ടയിലാക്കിയിട്ട് അങ്ങേ മുറിയിൽ വെച്ചിട്ട് വീട്ടുവരാന്തയിൽ രണ്ടാളും കുത്തിയിരുന്നു മിണ്ടാതെ. പെട്ടെന്നുള്ളിൽ അടുക്കളയിൽ തടുപുടുന്നോ ഒച്ച കേട്ടു. മ്യാവ് മ്യാവ് വിളി കേട്ടു. അയ്യോ, പൂച്ച ചതിച്ചല്ലോ. ആദ്യം മിണ്ടി അമ്മൂമ്മ, തുള്ളിച്ചാടി അപ്പൂപ്പൻ. അയ്യേ മണ്ടി തോറ്റല്ലോ, തുള്ളിച്ചാടി അപ്പൂപ്പൻ. ഇരുവരും അങ്ങനെ വേഗത്തിൽ ഓടിച്ചാടിച്ചെന്നപ്പോൾ കുട്ടമറിഞ്ഞു കിടപ്പുണ്ടേ, കുട്ടയഴിഞ്ഞു കിടപ്പുണ്ടേ. ഉണ്ട കണ്ണും മിഴിച്ചിട്ട് ചുണ്ടും നക്കി മിണിച്ചിട്ട് ജനലും ചാടി മറിഞ്ഞല്ലോ. കള്ളിമ്പൂച്ച കരിമ്പൂച്ച ഒഴിഞ്ഞ കുട്ടയും നോക്കിയിട്ട് ഒട്ടിയ വയറും തടവിട്ട് മെല്ലെ നടന്നു രണ്ടാളും പായ വിരിച്ചു കിടപ്പാനായി. പാവം അപ്പൂപ്പനും അമ്മൂമ്മയും വഴുക്കിട്ടോണ്ടല്ലെങ്കിലും സംഭവിച്ചത്. വഴുക്കൊന്നിനും പറയാനുമില്ല. നന്ദി, നമസ്കാരം.